ഉത്തരകേരളത്തിലെ ക്ഷേത്രങ്ങളും കാവുകളും ഇപ്പോൾ പൂരോത്സവത്തിന്റെ ലഹരിയിലാണ്. ഒട്ടേറെ സവിശേഷതകൾ നിറഞ്ഞ വടക്കിന്റെ പൂരാഘോഷത്തിലെ പ്രധാന ആകർഷണം പുരുഷന്മാരുടെ പൂരക്കളി തന്നെയാണ്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം നക്ഷത്രം വരെയാണ് വടക്കിന്റെ മണ്ണിൽ പൂരോത്സവം. പെൺകുട്ടികളുടെ കാമദേവ പൂജയാണ് പൂരോത്സവമെങ്കിൽ കളരിച്ചുവടുകൾ ഇടുകിച്ചേർന്നിരിക്കുന്ന പൂരക്കളി ആണുങ്ങളുടെ മെയ്യഭ്യാസ പ്രകടനം കൂടിയാണ്. പൂരോത്സവത്തിനും ആഴ്ചകൾക്ക് മുമ്പേ തന്നെ ക്ഷേത്രങ്ങളിലെല്ലാം പൂരക്കളിയും അനുബന്ധ ചടങ്ങുകളും ആരംഭിച്ചു. ക്ഷേത്രങ്ങൾക്ക് പുറത്തു നിർമ്മിച്ച പന്തലുകളിലാണ് പൂരക്കളിക്ക് തുടക്കം കുറിക്കുന്നത്. പിലിക്കോട് കുണ്ടത്തിൽ തറവാട് മുറ്റത്തെ പുറത്തെ പന്തലിലാണ് കരക്കക്കാവ് ബാല്യക്കാരുടെ പൂരക്കളി പരിശീലനം. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പൂരോത്സവമാണ് ശ്രീ ദേരമംഗലം അമ്പലത്തിൽ. അതിൻ്റെ ഭാഗമായുള്ള ഉപക്ഷേത്രമാണ് ശ്രീ കരക്കക്കാവ് ഭഗവതി ക്ഷേത്രം. അതിൻ്റെ ഭാഗമായിട്ടാണ് കുണ്ടത്തിൽ ഒരു മാസക്കാലം പൂരക്കളി പരിശീലനവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന ചടങ്ങുകളും നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു മാസം നിലനിൽക്കുന്ന കളിയിൽ അവസാന ദിവസമാണ് പന്തൽ കളിമാറുന്നതെന്ന് പറയുന്നത്. പന്തൽ കളിമാറുന്ന ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് പൂരക്കളി ആരംഭിക്കുകയും വൈകുന്നേരം നാടകയോഗം മറ്റു ചടങ്ങുകളും നടക്കുന്നു. ഗണപതിപ്പാട്ട്, രാമായണം തുടങ്ങിയ വൻകളിയോടെയാണ് ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന പൂരക്കളി പരിശീലനത്തിന് സമാപനമാകുന്നത്. പരിശീലനത്തിനിടെ ഉറഞ്ഞെത്തുന്ന ദേവനർത്തകർ മൊഴി പറഞ്ഞ് ആചാരസ്ഥാനികരെയും പണിക്കരെയും കളിക്കാരെയും അനുഗ്രഹിക്കും. വിഘ്നം വരാതെ ആ കർമ്മങ്ങളൊക്കെ ഭംഗിയാമണം നിർവഹിച്ചോളെ മുൻകൈ പിടിക്കാന്നൊക്കെ വേണ്ടും ഒരു വസ്തുക്കളായി കൈവശങ്ങളും വെള്ളം പൂരമാലിയും പഠിപ്പിച്ചു കഴിഞ്ഞു. എന്റെ മാതാവേ, എന്റെ കഥയ്ക്ക് കാലമാണല്ലോ. 7 നാളത്തെ പൂരോത്സവം നടക്കുന്ന ക്ഷേത്രങ്ങളിലും കാവുകളിലും രോഹിണി നാളിലാണ് പന്തൽ കളിമാറ്. അടുത്ത ദിവസം കടകം കയറി ക്ഷേത്ര തിരുമുറ്റത്ത് പൂരക്കളി ആരംഭിക്കും. സവിശേഷ ദിനങ്ങളിൽ പൂരക്കഞ്ഞിയും ഒരുക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.